ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഒരു കുപ്പി ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുക. പിന്നെ ആവശ്യം കുറച്ച് ഹാഫ് ബീഡ്സ്, സിസേഴ്സ്, പിന്നെ കുറച്ച് വെഡ്ഡിങ് കാർഡ്സ്, ഫെവിക്കോൾ. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അക്രിലിക് കളേഴ്സാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒരെണ്ണം മെറ്റാലിക് കളർ വേണം. അത് ഏത് കളർ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ബ്ലൂ കളർ, പേൾ കളറാണുള്ളത്. ഇതല്ലാതെ കോപ്പർ യൂസ് ചെയ്താൽ കുറച്ചും കൂടി നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു കുറച്ചുകൂടി ഭംഗിയാവും. ഇനി നമുക്ക് ഈ വെഡ്ഡിങ് കാർഡ്സ് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മെഷർമെൻറ്റൊന്നുമില്ല, ജസ്റ്റ് പല അളവിൽ കട്ട് ചെയ്തെടുക്കാം. ചെറുതും വലുതും ആക്കിയിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെക്കണം. പിന്നെ വെഡ്ഡിങ് കാർഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടിയും കട്ടി കുറവുള്ളതാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒട്ടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സ്റ്റിക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ബോട്ടിലിന് ഈ കട്ട് ചെയ്ത എല്ലാ പീസസും സ്റ്റിക്ക് ചെയ്യണം. ആദ്യം നമ്മൾ കുറച്ച് റാൻഡമായിട്ട് കവർ ചെയ്യുന്ന തരത്തില്ല, റാൻഡമായി ഫുൾ ഫില്ലായത് കവർ ചെയ്യല്ല, ജസ്റ്റ് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഫില്ലാവാതെ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കണം. നമ്മൾ ഈ കാർഡ്സിൻ്റെ പീസ് കട്ട് ചെയ്തത് ഒട്ടിക്കുമ്പോൾ അത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു ടെക്സ്ചർ, നമ്മൾ വിചാരിച്ചിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ ബോട്ടിലിൻ്റെ എൻഡ് ഭാഗത്ത് നമുക്ക് എപ്പോഴും നന്നായി സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ഞെക്കി പിടിച്ച് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിന്നാൽ മതി. അപ്പോഴാണ് ആ കർവി ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഒന്ന് സ്റ്റിക്കായി വരുള്ളൂ. പിന്നെ കാർഡ്സ് യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ കുറച്ച് കട്ടി കുറഞ്ഞ കാർഡാണെങ്കിൽ ബോട്ടിലിൻ്റെ മൗത്ത് പാർട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒട്ടിക്കാൻ പറ്റും. ഞാനിതിൽ ഫസ്റ്റ് പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിച്ച കളറ് ശരിക്കും വൈറ്റ് ആയിരുന്നു. പക്ഷേ വൈറ്റ് തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വൈറ്റ് കുറവാണെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ബ്ലാക്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഫുൾ ഒരു കളർ നമ്മൾ ഫുള്ളായിട്ട് ഇത് കളർ ചെയ്ത് എടുക്കുക. അതിൽ ഞാൻ ഈ ബീഡ് ഒട്ടിക്കാൻ മറന്നുപോയി. ഹാഫ് ബീഡ് ഒട്ടിക്കണം. ഹാഫ് ബീഡ് ഒട്ടിക്കുമ്പോൾ ഇതിൽ മാച്ച് ആവാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഭയങ്കര ചെറുതായ പോലെ തോന്നി. അതുകൊണ്ട് നമുക്ക് പരിപ്പെടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ കുറച്ചും കൂടി പ്രൊജക്ഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഒട്ടിച്ച് വന്നിട്ടുള്ള കാർഡ്സിൽ പ്രൊജക്റ്റായി നിൽക്കുന്ന കാർഡ്സ് ഉണ്ടാവും. ഫുള്ളി പുറത്തേക്കായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റായി നിൽക്കുന്ന കാർഡ്സുമേ നോക്കിയിട്ട് ഞാൻ 4 സൈഡ്സിലും നമുക്ക് ഈ പരിപ്പ് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കൊരു സ്ക്രൂ നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെറ്റലായിട്ടുള്ള ഒരു തീമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ റാൻഡമായിട്ട് കുറച്ച് സ്ഥലത്ത് ഇതുപോലെ നമ്മൾ ചെയ്യാം. ഇത് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വൃത്തികേടാണ്. അപ്പോൾ വല്ലാണ്ട് കൺജസ്റ്റഡ് ആയിട്ട് ഒട്ടിക്കാതെ നോക്കാം. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഗ്ലൂ ഇത് തന്നെ വേണമെന്നില്ല, ഫെവിക്കോൾ മതി. എൻ്റെ ഫെവിക്കോൾ തീർന്നതുകൊണ്ടാണ് ഞാനിതിപ്പോൾ യൂസ് ചെയ്തത്. ഫെവിക്കോളിൽ ഒട്ടിച്ചാലും ഇത് ഇതേപോലെ തന്നെ വരും. പിന്നെ ഇപ്പോൾ പരിപ്പ് യൂസ് ചെയ്യണില്ല എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഹാഫ് ബീഡ് തന്നെ കുറച്ചും കൂടി വലിയ സൈസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിയിൽ നിൽക്കും. എൻ്റെ കയ്യിലുള്ള ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഞാനത് ഒട്ടിക്കാതിരുന്നത്. ഇനി ഞാനിതിൽ സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് എൻ്റെ പഴയ കുറച്ച് സാധനങ്ങൾ പൊട്ടിയതൊക്കെ ഉണ്ട്. അതൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ടൈമിൻ്റെ ഒരു തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വാച്ച് പഴയതുണ്ടായിരുന്നു, അത് പൊട്ടിച്ചു. അതിൻ്റെ ഡയൽ നമ്മൾക്ക് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് ഭംഗിക്ക് റാൻഡമായിട്ട് നമുക്ക് എന്താണോ ഉള്ളത് അതൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഞാൻ കുറച്ച് ബട്ടൺസാണ് എടുത്തത്. അതിൽ പെയിൻറ് ചെയ്യുമ്പോൾ
ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ അടിയിലത്തെ കാർഡിൻ്റെ ഭാഗം തീരെ കാണാത്ത വിധത്തിൽ ഫില്ല് ചെയ്തിട്ട് പെയിൻറ് ചെയ്ത് വെക്കണം. നമ്മൾ ബേസ് എപ്പോഴും ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെയാണ് വന്നത്. ഇനി ഈ ബീഡ്സും ഡയലൊക്കെ കുറച്ച് പ്രൊജക്ഷനായി നിൽക്കാനാണ് നമ്മൾ മെറ്റാലിക് കളർ യൂസ് ചെയ്യുന്നത്. ഇത് തിക്കായിട്ട് എടുക്കാണ്ട് കുറച്ച് എടുത്ത് ഇതേപോലെ റബ്ബ് ചെയ്തെടുക്കുക. ഇത് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല, സ്പോഞ്ച് കൊണ്ട് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയിൽ വരും. ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് ശീലമായതുകൊണ്ട് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ നമുക്ക് എവിടേക്കാണോ വേണ്ടത് അവിടെ മുഴുവൻ പെയിൻറ് ചെയ്തെടുക്കുക. ഇങ്ങനൊരു മെറ്റാലിക് ഷെയ്ഡ് വരും. ഇത് ലൈറ്റ് ബ്ലൂ അല്ലാണ്ട് കോപ്പർ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ വരും. 2 കളർ മിക്സ് ചെയ്താലും നല്ല ഭംഗി വരും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ വീഡിയോ.